മുസ്ലിം ലീഗിനെതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായി വെള്ളാപ്പള്ളി നടേശൻ. അധികാരം ഉറപ്പായതോടെ മുസ്ലിം ലീഗിന് കടുത്ത ഹിന്ദുവിരുദ്ധതയാണെന്നും ലീഗ് കേരളം ഭരിച്ചു തുടങ്ങിയെന്നും വെള്ളാപ്പള്ളി. ഭരണത്തിന്റെ മറവിൽ മതതീവ്രവാദികൾക്ക് സംരക്ഷണമൊരുക്കാൻ ശ്രമം നടക്കുന്നുവെന്നും യോഗനാഥം എഡിറ്റോറിയലിൽ വിമർശനം. മലബാർ കലാപവും മാറാടും മറക്കില്ലെന്ന തലക്കെട്ടിലാണ് എഡിറ്റോറിയൽ. മുസ്ലിം ലീഗ് കടുത്ത ഹിന്ദുത്വ വിരുദ്ധ നിലപാടിലേക്ക് മാറിയെന്ന് അവരുടെ നിലപാടുകളിൽ നിന്നും മനസ്സിലാകും. SNDP യോഗത്തിനും NSSനുമെതിരെ കേരളത്തിലും പുറത്തു നടത്തുന്ന ഇവരുടെ പ്രതിഷേധങ്ങളും ഇക്കാര്യം സാധൂകരിക്കുന്നു. UDF അധികാരമേറും മുമ്പ് തന്നെ മുസ്ലിം ലീഗ് കേരളം ഭരിച്ചു തുടങ്ങിയ ലക്ഷണമാണ്. മതവെറിയും കൊലവിളി രാഷ്ട്രീയവും കൊണ്ട് കേരളത്തെ ഭീതിയിലാഴ്ത്താനാണ് ഇവരുടെ ശ്രമം. ഇത്തരത്തിൽ പ്രവർത്തിച്ച പല ശക്തികളും ഇന്ന് അഴിക്കുള്ളിലാണ്. സംസ്ഥാന ഭരണത്തിന്റെ മറവിൽ മതതീവ്രവാദ ശക്തികൾക്ക് സംരക്ഷണമൊരുക്കാമെന്ന ലീഗ് നേതാക്കളുടെ മോഹം പുതിയ സർക്കാർ സാധിച്ചു കൊടുക്കുമോ എന്ന് കാത്തിരുന്നു കാണണമെന്നും യോഗനാഥം എഡിറ്റോറിയലിൽ പറയുന്നു. അധികാര ലഹരി നുണയും മുമ്പ് തന്നെ യൂത്ത് ലീഗുകാരുടെ പ്രകടനങ്ങൾ കോലം കത്തിച്ചാലോ വെല്ലുവിളിച്ചാലോ താൻ പേടിച്ചോടുമെന്ന അവരുടെ ആശ വെറുതെയാണെന്നും എഡിറ്റോറിയലിൽ വെള്ളാപ്പള്ളി പറയുന്നു. ഹിന്ദുക്കളെ കൊന്നുതള്ളിയ മലബാർ കലാപം നടന്ന നാട്ടിലാണ് ലീഗ് വളർന്നു പന്തലിച്ചത്. കൂട്ടക്കൊലയെ സ്വാതന്ത്ര്യ സമരമാക്കി മാറ്റിയ തന്ത്രം ഇനി വിലപ്പോവില്ല. മാറാട് കലാപത്തിന് പിന്നിലെ കൈകൾ ആരുടേതെന്ന് നന്നായി അറിയാം. SNDPയെയും തന്നെയും തീർത്തു കളയാമെന്ന് യൂത്ത് ലീഗ് കരുതുന്നു. പേടിച്ചോടുമെന്ന ആശ വെറുതെയാണ്. G. സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ ശത്രുക്കൾ. സമുദായത്തെ തകർക്കാൻ ഏത് കൊലകൊമ്പൻ വന്നാലും കൈകാര്യം ചെയ്യുമെന്നും എഡിറ്റോറിയൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.